രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് ഇപ്പോഴും എവിടെയെന്ന് അറിയില്ല. എവിടെയായിരിക്കും ഷേസ്ക? അത് കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. അത് കേരളത്തിലെ പോലീസ് അന്വേഷിക്കട്ടെ. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷ അനുഭവിക്കണം. ആരാണെന്നുണ്ടെങ്കിൽ അത് ഇന്ന ആള് അല്ലെങ്കിൽ ഇന്ന നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ളതില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക. ഇപ്പോൾ സർക്കാർ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. സർക്കാർ അന്വേഷിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒരു സമയത്തും ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത്. ഈ വിഷയങ്ങൾ വിവാദമായ സമയത്ത് തന്നെ പാർട്ടി അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലുമില്ല. കേരളത്തിൽ എത്ര വിവാദങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു വിവാദങ്ങൾ ഉണ്ടാകുന്നത്? എല്ലാ മുന്നണിയിലും പെട്ട, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട, ഇനി പെടാത്ത എത്രയോ ആളുകൾ വിവാദങ്ങളിൽ പെടുന്നു. വിവാദങ്ങളിൽ പെടുന്നവർ പൊതുപ്രവർത്തകർ അതിനകത്തൊക്കെ പെടാതിരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചതിക്കുഴികൾ വീഴാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയിട്ടാണ്. മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് കേരളത്തിലെ കോൺഗ്രസിനുണ്ട്, കേരളത്തിലെ UDF-നുണ്ട്. പാർട്ടിയും നേതാക്കന്മാരും അത് വളരെ കൃത്യമായി. UDF-ന്റെ സാധ്യതകളെ കുറച്ചോ ആ വിവാദം? UDF-ന്റെയും കോൺഗ്രസിന്റെയും സാധ്യതകളെ കുറച്ചോ ആ വിവാദം? ഒരിക്കലുമില്ല. കേരളത്തിൽ എത്ര അധികം വിഷയങ്ങൾ സർക്കാരിനെതിരായി, പിണറായി വിജയന്റെ സർക്കാരിനെതിരായി എത്ര വിവാദങ്ങളുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന. ഇപ്പോൾ ശബരിമല പോലെയുള്ള ഒരു പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കോടിക്കണക്കിന് വിശ്വാസികളുള്ള ശബരിമലയെ പോലെയുള്ള ഏറ്റവും പവിത്രമായ ഒരു ഭൂമിയിൽ ആ അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പങ്ങൾ കവർച്ച ചെയ്തു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? അപ്പോൾ എന്തും കവർച്ച ചെയ്യും. സർക്കാരിൻ്റെ നികുതി പണം മാത്രമല്ല, ഇവർക്കൊരു ഭയവുമില്ല. ജനങ്ങൾ ഇവർക്ക് കൊടുത്ത മാൻഡേറ്റ്, ആ മാൻഡേറ്റിനെ അമിതാധികാരം ഉപയോഗപ്പെടുത്തി അഴിമതി നടത്താനും കൊള്ള നടത്താനും. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി സ്വർണം കവർച്ച ചെയ്ത ആൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക? നമ്മൾ അവരെന്താ വിളിക്കുക? പിണറായി വിജയനെ സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കേണ്ടി വരും. പാർട്ടിക്ക് വഴങ്ങാതെ, പാർട്ടിയുടെ താല്പര്യങ്ങൾ നോക്കാതെ അവിടെ വീട് കയറി പ്രചാരണത്തിനിറങ്ങിയതുകൊണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം വീണ്ടും കുത്തിപ്പൊങ്ങിയത്. അങ്ങനെ പാർട്ടിയുടെ സാധ്യതകൾ കുറച്ചു എന്നൊരു തോന്നലുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്? ഒരിക്കലുമില്ല. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുണ്ട്, ആളുകളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടാകും. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. അത്തരത്തിൽ ആർക്കെങ്കിലും വേണ്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ എങ്ങനെ തെറ്റു പറയാൻ കഴിയുക? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. പക്ഷേ പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമാണ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരാൾ പിന്നെ എങ്ങനെ, ഏത് രീതിയിലാണ് പാർട്ടി അവരെ കുറിച്ചിട്ട് പിന്നെ വേറെ ഏത് രീതിയിലാണ് മറുപടി പറയുക? കലൂർ സ്റ്റേഡിയം നവീകരണത്തിന്റെ കാര്യത്തിൽ വീണ്ടും സ്പോൺസർക്ക് സമയം കൊടുത്തിരിക്കുകയാണ് JCDA. അപ്പോൾ ആ വീണ്ടും സമയം കൊടുത്തതിന് എങ്ങനെ കാണുന്നത്? അല്ല, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. ഒരു ചാനൽ മുതലാളിക്ക് ആ ചാനൽ മുതലാളി നടത്തുന്ന PR വർക്ക്, മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വേണ്ടി നടത്തുന്ന PR വർക്കിന് പകരം സമ്മാനമായി കൊടുക്കാനാണോ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം? അതിനു വേണ്ടിയിട്ടാണോ സ്റ്റേഡിയം നിർമ്മിച്ചത്? കേരളത്തിലെ പൊതുജനത്തിൻ്റെ പൊതുപണം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സ്റ്റേഡിയം അങ്ങനെ ഒരു വ്യക്തിക്ക്, അവർ തീരുമാനിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ മന്ത്രിക്കും അതുപോലെ പിണറായി വിജയനും അവർക്ക് തറവാട്ട് സ്വത്ത് കിട്ടിയതൊന്നുമല്ലല്ലോ. കേരളത്തിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്ന പൊതുസ്വത്ത്, അവരുടെ തറവാട്ട് സ്വത്തല്ല. അപ്പോൾ അതങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരായി നിയമപരമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നടത്തും. ഞാൻ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഈ യാതൊരു എഗ്രിമെൻറ്റും ഇല്ലാതെ, ഒരു തരത്തിലും ടെൻഡർ വിളിക്കാതെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മരം വെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം തൊഴിലാണ്. ആ മരം വെട്ടുകാരനായിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് അനധികൃത നിർമ്മാണങ്ങൾ നടത്താൻ, ആ സ്റ്റേഡിയം ദുരുപയോഗം ചെയ്യാൻ, അതിൽ മറ്റേതെങ്കിലും തരത്തിൽ പണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ അങ്ങനെ ആരെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വെള്ളം കുടിക്കും, ഒരു സംശയവും വേണ്ട. അതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടം ഞങ്ങൾ നടത്തും.